കേരളത്തെ പിടിച്ചുലച്ച സംഭവമായിരുന്നു നടി ആക്രമിക്കപ്പെട്ട സംഭവം. 261 സാക്ഷികൾ, 142 തൊണ്ടിമുതലുകൾ. ദിലീപ് 8ാം പ്രതി. കേരളത്തെ പിടിച്ചുലച്ച കേസിന്റെ നാൾവഴി ഇതായിരുന്നു. നടിയെ ആക്രമിച്ച് അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തി എന്ന കേസിൽ വിധി വരുന്നത് സംഭവം നടന്ന് 8 വർഷത്തിന് ശേഷമാണ്. അതിജീവതയും പ്രതികളിൽ ഒരാളും സിനിമാ മേഖലയിൽ നിന്നതാണെന്നതും കേസിൽ അതിജീവത സ്വീകരിച്ച ശക്തമായ നിലപാടുകൾ എല്ലാം കാരണം വിഷയം ദേശീയ തലത്തിൽ അന്ന് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. മലയാള സിനിമാ മേഖലയിൽ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന വനിതാ കൂട്ടായ്മയുടെ രൂപവൽക്കരണത്തിന് കാരണമാകുന്നതും നടിക്കു നേരെയുണ്ടായ ഈ അതിക്രമം തന്നെയായിരുന്നു. സിനിമാ മേഖലയിലെ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് നൽകുവാൻ സർക്കാർ പിന്നീട് ഹേമ കമ്മിറ്റിയെ നിയമിക്കുകയും ചെയ്തു. 2018 കേസ് വിചാരണ തുടങ്ങുന്നത്. കോവിഡ് ലോക്ക്ഡൌൺ മൂലം 2 വർഷത്തോളം ഈ വിചാരണ തടസ്സപ്പെട്ടു കിടന്നു. വിചാരണ പൂർത്തിയാക്കാൻ സുപ്രീം കോടതി നൽകിയ സമയപരിധികളൊന്നും പാലിക്കുവാനും കഴിഞ്ഞില്ല. അതിജീവത ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കസ്റ്റഡിയിലിരിക്കെ തുറന്ന് പരിശോധിക്കപ്പെട്ടതും വലിയ വിവാദമായിരുന്നു. പ്രോസിക്യൂഷൻ സാക്ഷികളുടെ വിസ്താരം കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ പൂർത്തിയായതാണ്. അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെയാണ് അവസാനം വിസ്തരിക്കുന്നത്. 109 ദിവസമെടുത്തു ഇത് പൂർത്തിയാക്കുവാൻ. തുടർന്ന് പ്രതിഭാഗം സാക്ഷികളുടെ വിസ്താരം പൂർത്തിയാക്കി ഈ വർഷം ആദ്യത്തോടെ വിധി പ്രസ്താവിക്കുമെന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ നടപടിക്രമം നീണ്ടുപോയതോടെ അന്തിമ വിധി പ്രസ്താവനയും നീണ്ടു. ഇനി വിധി 8-നാണ്. നടിയെ ആക്രമിച്ച കേസിൽ ഡിസംബർ 8-നാണ് ഇനി വിധി പറയുക. നടൻ ദിലീപ് 8ാം പ്രതിയായ കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസ് ചൊവ്വാഴ്ചയാണ് വിചാരണ നടപടി പൂർത്തിയാക്കിയത്. 1ാം പ്രതി NS സുനിൽ, അതായത് പൾസർ സുനി ഉൾപ്പെടെ 10 പ്രതികളാണ് ഇപ്പോൾ കേസിലുള്ളത്. രാജ്യം മുഴുവനും ശ്രദ്ധിക്കപ്പെട്ട കേസിൽ 8 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ വിധി വരുന്നത്. 2017 ഫെബ്രുവരി 17-നായിരുന്നു കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ഷൂട്ടിങ്ങിനായി തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തേക്കുള്ള യാത്രയിലായിരുന്നു നടി. ഇതിനിടെ കൊട്ടേഷൻ പ്രകാരം അവരെ തട്ടിക്കൊണ്ടുപോയി അപകീർത്തികരമായ ദൃശ്യം പകർത്തി എന്നതായിരുന്നു കേസ്. പ്രതിഭാഗം 221 രേഖകൾ ഹാജരാക്കി. കേസിൽ 28 പേർ കൂറുമാറുകയും ചെയ്തു. മാനഭംഗം, ഗൂഢാലോചന, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അന്യായ തടങ്കൽ, ബലപ്രയോഗം, തെളിവ് നശിപ്പിക്കൽ, അശ്ലീല ചിത്രമെടുക്കൽ, പ്രചരിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളായിരുന്നു പ്രതികൾക്കെതിരെ അന്ന് ചുമത്തിയത്. സംഭവമുണ്ടായ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പൾസർ സുനി ഉൾപ്പെടെയുള്ളവർ പോലീസിന്റെ പിടിയിലുമായി. കേസിലെ ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണത്തിൽ ജൂലൈയിലാണ് നടൻ ദിലീപ് അറസ്റ്റിലാകുന്നത്. 2018 മാർച്ച് 8-നാണ് വിചാരണ നടപടി ആരംഭിക്കുന്നത്. അതിജീവിത ആവശ്യപ്പെട്ടതനുസരിച്ച് വനിതാ ജഡ്ജിയെ ഹൈക്കോടതിയെ നിയോഗിക്കുകയും ചെയ്തു. രഹസ്യ വിചാരണയാണ് നടന്നത്. പിന്നീട് സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് തുടരന്വേഷണവും ആരംഭിച്ചു. 2ാം കുറ്റപത്രം നൽകി. ക്രൈംബ്രാഞ്ച് DYSP ബൈജു കെ പൗലോസ് ആയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ. ആദ്യ പ്രതിപ്പട്ടികയിൽ ചിലരെ ഒഴിവാക്കുകയും മറ്റു ചിലരെ മാപ്പുസാക്ഷിയാക്കുകയും ചെയ്തിരുന്നു.